أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين آمين. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. അൽഹംദുലില്ല എന്ന വേർഡിന്റെ മീനിങ് ഇന്നലെ പറഞ്ഞിരുന്നു. ആർക്കൊക്കെ അറിയാം? അൽഹംദുലില്ല. ഓക്കെ. റബ്ബ് എന്ന വേർഡിന്റെ മീനിങ്ങും ഇന്നലെ പറഞ്ഞിരുന്നു. സൂറത്തുൽ ഫാത്തിഹയുടെ മീനിങ് പഠിക്കുക എന്നുള്ളതാണ് ഇന്നലെ ഇന്നുമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. സൂറത്തുൽ ഫാത്തിഹയുടെ മീനിങ് കംപ്ലീറ്റ് അറിയുന്ന എനിവൺ ഇവിടെ ഉണ്ടെങ്കിൽ റൈസ് യുവർ ഹാൻഡ്. എനിബഡി നോ സൂറ ഫാത്തിഹ ട്രാൻസ്ലേഷൻ? Ramadan, you can say Surah Fatiha translation. Alhamdulillahi Rabbil Alameen means Alhamdulillah. Say from beginning. A'udhu billah. A'udhu billahi minash shaitanir rajim. Bismillahir Rahmanir Rahim. I seek refuge in Allah from shaitan, the accursed. In the name of Allah, the most gracious, the most merciful. Alhamdulillahi Rabbil Alameen. All praises and thanks be to Allah, the Lord of all the worlds. Ar-Rahmanir Rahim, the most gracious, the most merciful. Maliki Yawmiddin, the master on the day of judgment. Iyyaka na'budu wa iyyaka nasta'een. We seek to worship to you and we seek your help. Ihdina sirata al-mustaqim, to guide us to the straight path. Sirata al-ladhina an'amta alayhim, the path of those that you are pleased with. غير المغضوب عليهم, not the path of those who you are displeased and angry with. ولا الضالين, and not the people who have gone astray. ഓക്കെ. മലയാളത്തിൽ ഒരാൾക്കാർക്ക് പറയാൻ പറ്റുക? മലയാളത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അതിന്റെ മീനിങ് മലയാളത്തിൽ ആർക്ക് പറ്റും? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ആർക്കും അറിയില്ലേ? ഇന്നലെ ക്ലാസ് എടുത്ത എല്ലാം വെറുതെ ആയോ? ആഫിയ. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവോട് അഭയം ചോദിക്കുന്നു അല്ലെ? ഐ സീക്ക് റെഫ്യൂജ് ഫ്രം ഷൈത്താൻ. നോ, ഫ്രം അള്ളാഹ് ടു ഷൈത്താൻ. ഓക്കെ, അങ്ങനെ വരിക. ഷൈത്താനിൽ നിന്ന് അള്ളാഹുവോട് അഭയം ചോദിക്കുക. അപ്പൊ അത് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. എപ്പോഴാണ് അഴുതു പറയേണ്ടത്? എപ്പോഴൊക്കെ പറയാം? ഒരുവിധം കാര്യങ്ങളിലൊക്കെ അഴുതു പറയുന്നത് നല്ലതാണ്, റൈറ്റ്? പിശാച് ഇല്ലാതിരിക്കാൻ അഊദു ബില്ലാ ബിസ്മില്ല എന്ന് പറയുന്നത് നല്ലതാണ്. ബിസ്മില്ലയുടെ മീനിങ് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരുമില്ലല്ലോ. എല്ലാവർക്കും അറിയാം. എവരിബഡി നോ ബിസ്മില്ല. ഇസ്മ, നെയിം, ലാഹിർ റഹ്മാനിർ റഹീം. ഓക്കെ. ഇന്ന് നമുക്ക് ഫാത്തിഹയുടെ ബാക്കി പറയുന്നതിന്റെ മുമ്പ് വജ്ജഹത്ത് പറയാം. വജ്ജഹത്ത് നമ്മൾ തുടങ്ങി വെച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ടില്ല. വജ്ജഹത്ത് അറിയുന്നവരൊക്കെ കൈവക്ക്. വജ്ജഹത്തും. ഓക്കെ, ഗുഡ്. എങ്ങനെയാ ജൗഹറെ വജ്ജഹത്ത് തുടങ്ങിയൊന്ന്? وجهت وجهي للذي فطر السماوات والأرض حنيفا. വൽ അർളി വരെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. വജ്ജഹത്തു വജ്ഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മുഖം നമ്മൾ ഫേസ് ചെയ്യാണ്. എവിടേക്കാ ഫേസ് ചെയ്യണത്? വജ്ഹത്തു വജ്ഹി ലില്ലദി ഫതറ സമാവാതി വൽ അർള്. സമാഇനെ പറ്റി പറഞ്ഞു. ആകാശം, 7 ആകാശങ്ങൾ, സബഅ സമാവാത്, ഈ പ്ലാനറ്റ്, ഈ പ്രപഞ്ചം, യൂണിവേഴ്സൽ, ഈ ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന റബ്ബിന്റെ മുമ്പിൽ ഞാൻ ഇതാ ഫേസ് ചെയ്യുന്നു. ഞാൻ തിരിച്ചിരിക്കുന്ന എൻ്റെ ഫേസ് എങ്ങോട്ടാണ്? നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഓരോരുത്തർക്കും ബോധം ഉണ്ടാവണം. ഗസാലി ഇമാമിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഗസാലി ഇമാമിനെ പറ്റി കേട്ടവരുണ്ടോ ആരെങ്കിലും? ഷെയ്ഖ് ഗസാലി ഇമാം പറയുന്ന ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കാര്യം, ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ, നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കില്ലേ?
ഇന്ന് മഗ്‌രിബ് നിസ്കരിച്ചവര് കൈപൊക്കി. മഗ്‌രിബ് നിസ്കരിക്കുമ്പോൾ ഇമാജിനറി ആട്ടോ, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇമാജിൻ ചെയ്യണം. എന്താ ഇമാജിൻ ചെയ്യേണ്ടത്? നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തിന്റെ നേരെ ചോട്ടിൽ ഖബറാണെന്ന് ഇമാജിൻ ചെയ്യാം മനസ്സിൽ. തഖ്വ ഉണ്ടാവാൻ വേണ്ടിയുള്ള ടിപ്പാണ്. മനസ്സിലായോ? നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിന് നേരെ ഖബറാണ്. അതായത് നമ്മളെല്ലാവരും മരിച്ചിട്ട് ഖബറിലേക്ക് പോകേണ്ടവരാണ് എന്നൊരു ചിന്ത. ഒരു പക്ഷെ എൻ്റെ ലാസ്റ്റ് ഖബറിലേക്ക് പോണതിന്റെ മുമ്പത്തെ ലാസ്റ്റ് നിസ്കാരമാണ് എന്നൊരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ നിസ്കരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഭക്തി കിട്ടുക, തത്വ കിട്ടുക. ഓക്കെ, അതായത് മരിച്ച ആർക്കെങ്കിലും അറിയോ? ഏതെങ്കിലും മരിച്ച ആൾക്കറിയോ ആ ലാസ്റ്റ് നിസ്കരിച്ച ളുഹർ നിസ്കാരം അല്ലെങ്കിൽ ആ മഗ്‌രിബ് എൻ്റെ ലാസ്റ്റ് നിസ്കാരമായിരുന്നു എന്ന്? അവരാലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? എല്ലാ നിസ്കാരവും എൻ്റെ ലാസ്റ്റാണ്, ദിസ് മൈ ലാസ്റ്റ്. ഒന്ന് മഗ്‌രിബ് നിസ്കരിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല. അടുത്ത ഇശാ നിസ്കരിക്കുമ്പോൾ അങ്ങനെ ആലോചിച്ച് നോക്കുക, ഇത് ചിലപ്പോൾ എൻ്റെ ലാസ്റ്റ് ആവാം. അതാണ് മരണത്തെ പറ്റി ധാരാളം ഓർത്തുകൊണ്ടിരിക്കും. നമ്മൾ തെറ്റ് ചെയ്യാനൊക്കെ മടിക്കും. തെറ്റുന്നൊക്കെ മാറി നല്ല മനുഷ്യനാവാൻ ഏറ്റവും നല്ല കാര്യം മരണത്തെ പറ്റി ഓർക്കുക എന്നുള്ളത് തന്നെയാണ്. പരലോക ജീവിതത്തെ പറ്റി, അള്ളാഹിന്റെ ആദാമിനെ പറ്റിയൊക്കെ ഓർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തെറ്റുന്നൊക്കെ മാറും. തെറ്റ് ചെയ്യുന്ന ആൾക്കാരില്ലേ, പത്രത്തിലൊക്കെ കണ്ടില്ലേ, ആ വെട്ടിക്കൊന്നു, കുത്തിക്കൊന്നു, അത് ചെയ്തു, ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. ഇവരെ അള്ളാഹിനെ പറ്റി അറിയാത്തോണ്ട്, ആ ഭയം ഇല്ലാത്തോണ്ടല്ലേ. ആ ഭയത്തിൽ എത്താനുള്ള ഒരു കാര്യമാണ് നിസ്കരിക്കുമ്പോൾ തന്നെ നമ്മൾ തെറ്റുകളിൽ നിന്ന് മാറും. 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിമിന് അങ്ങനെ തെറ്റ് ചെയ്യാൻ കഴിയില്ല. ഇനി ആ നിസ്കാരം ശരിയായ രീതിയിലുള്ള നിസ്കാരമാകുന്ന എപ്പോഴാണ്? ഈ രീതിയിൽ നിസ്കരിക്കുമ്പോഴാണ്. അപ്പൊ നിസ്കരിക്കുമ്പോൾ നിൽക്കുമ്പോൾ അല്ലാഹു അക്ബർ ഇങ്ങനെ കെട്ടുമ്പോൾ താഴെ എന്താണ്? ഖബറാണ്. മുമ്പ് വലതുവശത്ത് സ്വർഗം കാണണം. ഗസാലി ഇമാം പറയാണ് വലതുവശത്ത് സ്വർഗം കാണണം. സ്വർഗത്തെ പറ്റി കുറച്ച് പറഞ്ഞു നോക്കാം. നമ്മള് സ്വർഗത്തെ പറ്റി അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപൊക്കാം. വാട്ട് ഈസ് പാരഡൈസ്? സ്വർഗത്തിൽ എന്തുണ്ട്? സഹ്റ? സ്വർഗമെല്ലാം മനോഹരമാണ്. പിന്നെ ബ്യൂട്ടിയാണ് അല്ലെ? കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ് സ്വർഗം. ഈ നാട് പോലെയൊന്നും അല്ല, നമ്മുടെ കേരളം പോലെയല്ല. ഗോഡ്സ് ഓൺ കൺട്രി ആണ് എന്നൊക്കെ നമ്മൾ പറയും. ശരിക്കുള്ള ഗോഡ്സ് ഓൺ കൺട്രി ഇവിടെ അല്ല, ഹിയർ ആഫ്റ്റർ ലൈഫാണ്. വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പാരഡൈസ് ആൻഡ് എർത്ത്? ഈ ഭൂമിയും സ്വർഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മേജർ ഡിഫറൻസ് എന്തൊക്കെയാണ്? നമ്പർ 1, നമ്പർ 2, നമ്പർ 3. അയാൻ ആദ്യം നേരെ ഇരിക്കുന്നു, എന്നെ കാണണ്ടേ? ആ പറ. തേനിന്റെയും പാലിന്റെയും പുഴയിലുണ്ട് നമ്മൾ ആഗ്രഹിച്ചാലും കിട്ടും. ആ ഈ ഭൂമിയിൽ നമ്മൾ വിചാരിച്ച എല്ലാം നടക്കൂല. ഓക്കെ, ഷെസാനെ? അയാൻ എന്താ പറഞ്ഞേ ഷെസാനെ? ക്ലാസ്സിൽ ശ്രദ്ധിക്കണം. ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരുന്നാൽ ഒന്നും മനസ്സിലാവില്ല. വേറെ പലതിലേക്കും ഇബ്ലീസ് നമ്മളെ കൊണ്ടുപോവാതിരിക്കാൻ എല്ലാവരും ഒന്ന് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞേ നമ്മുടെ മൈൻഡിനെ കൊണ്ടുപോയി ഇബ്ലീസ് വേറെ പല കാര്യങ്ങളും കൈകൊണ്ട് ചെയ്യിപ്പിക്കും. നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ സാധനം? ഇപ്പൊ എന്തെങ്കിലും ഉണ്ടോ? അത് ഇബ്ലീസാണ്. കാരണം ഖുർആൻ ക്ലാസ്സിലും ജസിയത്തിന്റെ ക്ലാസ്സിൽ നിന്നും നമ്മുടെ കയ്യിൽ നിന്ന് പലതും നമ്മളെ മൈൻഡ് പോയില്ലേ, കോൺസെൻട്രേഷൻ പോയില്ലേ. ഒരു പേന കിട്ടി, അത് തുറന്നു കളിക്കുകയാണ്, ശ്രദ്ധ പോയി. നമുക്ക് രണ്ടു കാര്യം ഒരേ സമയം ശ്രദ്ധിക്കാൻ കഴിയില്ല. പിന്നെ ക്ലാസ്സിൽ നോക്കി നിന്നാലും പോരാ, കണ്ണുകൊണ്ട് കണ്ടാൽ പോരാ, കാതും വേണം. ഇപ്പൊ ഷെസാൻ ഇങ്ങോട്ട് നോക്കി തന്നെ ഇരിക്കുന്നത്, പക്ഷെ എന്താണ് ഇവിടെ അയാന് പറഞ്ഞതെന്നുള്ളത് അവനക്ക് മനസ്സിലായിട്ടില്ല അല്ലെ. അവിടെ ആഗ്രഹിച്ചതെല്ലാം കിട്ടുന്ന സ്ഥലമാണ്. ആഗ്രഹിച്ചതെല്ലാം കിട്ടുക. നമ്മളൊന്ന് കൈ കൊടുക്കുക. എന്റെ കൈക്കൊന്ന് സലാം തന്നേ, സലാം തന്നേ. പറ്റുമോ? ഇമ്പോസിബിൾ. ഫ്യൂച്ചറിൽ ചിലപ്പോൾ പറ്റിയേക്കാട്ടോ, എന്തെങ്കിലും ടെക്നോളജി ഒക്കെ വന്നേക്കാം. AI വരെ എത്തിയില്ലേ, ബാക്കിയും വന്നേക്കാം. ഇന്നിപ്പോ കാണാൻ പറ്റുന്നില്ലേ, എന്തെങ്കിലും വന്നേക്കാം മേ ബി. പക്ഷെ അങ്ങനെ വന്നാൽ നല്ല രസമായിരിക്കും. ഓൺലൈനായിട്ട് ആളുകൾ കൊല്ലുകയൊക്കെ ചെയ്യും അല്ലെ. നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഓൺലൈൻ കഴുത്തിന് പിടിക്കുക, വീഡിയോ തുറന്നിട്ട് കഴുത്തിന് പിടിക്കുക. അതൊന്നും ഇല്ലാഞ്ഞ് നന്നായതാ അല്ലെ. ഒരു കണക്കിന് അതൊക്കെ ഒഴിവാകുന്നത് നല്ലതാ. പക്ഷെ അതിന് പോസിറ്റീവ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കൊടുക്കാനോ വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങാം. ഇപ്പം UK റമദാൻ അവിടെ ഇരിക്കണം. UK റമദാന്റെ വീട്ടിൽ ഇന്ന് ഒരു ഫുഡ് ഉണ്ടാക്കിയപ്പോൾ റമദാന് തോന്നി എനിക്കത് കുറച്ച് തരണം, എനിക്ക് കുറച്ച് ഗിഫ്റ്റ് ആയിട്ട് അവൻ്റെ കുറച്ച് ഫുഡ് ഉണ്ടാക്കി തരണം തോന്നിയാൽ അവനക്ക് ഓൺലൈനിൽ ഈ സാധനം വീഡിയോ തുറന്നിട്ട് ഇങ്ങോട്ട് തരാം, എനിക്ക് ഇവിടെ നിന്ന് വാങ്ങിയിട്ട് തിന്നാം അല്ലെ എന്നൊക്കെ പോലെ പോസിറ്റീവ് ഉണ്ട്. പക്ഷെ അത്
നമ്മൾ ആഗ്രഹിച്ചൊന്നും ഇവിടെ നടക്കൊന്നുമില്ല. ഓക്കെ, എല്ലാം ഒന്നും നടക്കൊന്നുമില്ല, എന്നാലും കുറെ കാര്യങ്ങളൊക്കെ നടന്നെന്ന് വരാം. പക്ഷെ ആഗ്രഹിച്ച എല്ലാം നടക്കുന്ന സ്ഥലമാണ് സ്വർഗം. അപ്പൊ അയാനൊരു ക്വസ്റ്റ്യൻ, അയാനെവിടെ? നീ നരകത്തിലാന്ന് വിചാരിച്ചോ? വിചാരിച്ചില്ലേ? ഞാൻ സ്വർഗത്തിലാന്ന് വിചാരിച്ചോ? എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടാന്ന് വിചാരിച്ചോ? ഇഷ്ടം എന്ന് പറഞ്ഞാൽ ചെറിയ ഇഷ്ടമല്ല, ഭയങ്കര ഇഷ്ടം. നീ ഇല്ലാതെ പറ്റൂല. അപ്പൊ ഞാൻ സ്വർഗത്തിൽ നിന്ന് ആഗ്രഹിക്കുക, പഠിച്ചോൻ എന്റെ അയാനൊന്നും എനിക്ക് വേണം, കിട്ടുമോ? ഞാൻ അങ്ങനെ ആലോചിക്കലുണ്ട്. കൊറേ ആൾക്കാർ ചോദിച്ചില്ലേ, അല്ല, എല്ലാരും അങ്ങനെയാണ് പറഞ്ഞ ആവുന്നു. അള്ള തരുവോ? അങ്ങനെ അയാനെ തരുവോ അവിടെ? എല്ലാരും പറഞ്ഞ ആൻസർ വെച്ചിട്ട് ഞാൻ പറയുന്ന ആവുന്നു. എന്താഗ്രഹിച്ചാലും കിട്ടൂലേ? ആ, എന്നാല് ഇത് നടക്കൂല, ഈ കാര്യം മാത്രം നടക്കൂല. നമ്മൾ ആഗ്രഹിച്ചത് കിട്ടണമെങ്കിൽ ഇപ്പോ അതിനനുസരിച്ച് വേണം. ഇപ്പൊ ഇവിടെ ജിയ ജൗഹർ എന്ന് പറഞ്ഞ 2 കുട്ടികൾ ഇരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും. ജിയന്റെ കാക്കയാണ് ജൗഹർ, ജൗഹറിന്റെ അനിയത്തിയാണ് ജിയ. ഈ ജൗഹർ ഫുൾ ടൈം പള്ളിയിൽ പോണ്, നിസ്കരിക്കണ്, ഓതുന്നു, പഠിക്കണ്. അവനിങ്ങനെ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാണ് സ്വർഗത്തിന് വേണ്ടിയിട്ട്. ജിയ അങ്ങനെ ഒന്നുമില്ല. എക്സാമ്പിൾ കേട്ടോ ഇതൊക്കെ, അവളെ പറ്റി കുറ്റം പറയല്ല. ഓള് അങ്ങനെ ഒന്നുമല്ല. ഓക്ക് കടന്നുറങ്ങുക, തിന്നുക, കുറെ വീഡിയോ റീൽസ് കാണുക, ഓക്ക് തന്നെ വേറെ ഒരു കാര്യം ആലോചിക്കണ്ട. അങ്ങനെ ലാസ്റ്റ് ജൗഹർ സ്വർഗത്തിലെത്തി. പക്ഷെ അവനക്ക് ഭയങ്കര ടെൻഷനായി അല്ലേ? സ്വർഗത്തിലെത്തിയിട്ട് ജിയല്ല, ആരുമില്ല. ഇവിടെ എല്ലാം ഉണ്ട്, അവിടെ എല്ലാം ഉണ്ട്. ടർഫ് ഉണ്ട്, ഫുട്ബോൾ കളിക്കാൻ, ഗെയിമിന് കളിക്കാനുള്ള സ്ഥല സൗകര്യങ്ങളുണ്ട്. നിങ്ങൾ എന്താ ആഗ്രഹിക്കും ഒക്കെ സ്വർഗത്തിലുണ്ട്. പക്ഷെ അവിടെ ആരില്ല, ജിയല്ല. അപ്പൊ ജൗഹറിന് വിഷമം. അപ്പൊ ജൗഹർ ചെയ്യേണ്ടത് എന്താണ്? ഈ ഭൂമിയിലെ നിസ്കാര സമയമാകുമ്പോ ജൗഹർ പള്ളി പോകുമ്പോ, എടി ജിയ നിസ്കരിക്കട്ടാ, പിന്നാലെ കൂടുക, രണ്ടാളെയും കൊണ്ടുപോകാൻ നോക്കുക സ്വർഗത്തില്. അങ്ങനെയാണ്. ഒരാളെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. നബിക്ക് ഏറ്റവും ഇഷ്ടം ആരേന്? മോളെയാണ്, ഫാത്തിമനെയാണ്. ഫാത്തിമത്ത് ബിളാഅത്തും മിന്നി എന്നാണ്, എന്റെ ശരീരത്തിന്റെ കഷ്ണാണെന്ന് പറയും. അങ്ങനെ പറയല്ലേ ചില ഉപ്പാരൊക്കെ മക്കളെ കെട്ടിപ്പിടിച്ച് ഉമ്മ ചെയ്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇതിന്റെ ചക്കരയാണെന്നൊക്കെ പറയില്ലേ? അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഫാത്തിമത്തും ബിളാഅത്തും മിന്നി, എന്റെ ശരീരത്തിന്റെ കഷ്ണമാണ് എന്ന് പറഞ്ഞ ഫാത്തിമ ബീവിയെ പറ്റി ഫാത്തിമ ബീവിയോട് പറഞ്ഞ എന്താണെന്നറിയോ? ഫാത്തിമ, സ്വർഗത്തില് പരലോകത്ത് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അന്ന് അള്ളാഹുവാണ് കാര്യങ്ങൾ തീരുമാനിക്കുക, അതുകൊണ്ട് നല്ലത് ചെയ്താൽ നിനക്ക് രക്ഷപ്പെടാം. ഓരോരുത്തരുടെയും എക്സാമിന്റെ പേപ്പർ അവനവന്റെ മുമ്പിൽ കിടക്കുകയാണ്. അവരവരും പരീക്ഷ എഴുതി അവനവനിക്ക് ജയിക്കാം. ആരെങ്കിലും പഠിച്ചാല് നമുക്ക് ഗുണമൊന്നുമില്ല. നമ്മൾ തന്നെ എന്ത് ചെയ്യണം? ഈ പരീക്ഷ എഴുതി പാസ്സാകണം എന്നതാണ് ചുരുക്കം. എന്താണ് പിന്നെ സ്വർഗത്തിലുള്ള കാര്യങ്ങൾ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഈ ഭൂമിയും സ്വർഗവും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? സ്വർഗത്തിൽ 8 ഗേറ്റ്സ് ഉണ്ട്. ആ, അത് എൻട്രൻസ് അല്ലേ, സില്ലി മാറ്റർ. നമുക്ക് ഇനിയിപ്പോ മതിൽ ചാടിയിട്ട് കയറിയാലും കുഴപ്പമില്ല, അതൊരു പ്രശ്നമുള്ള കാര്യമല്ല അല്ലെ? അതിൽപ്പെട്ട ഒരു ഗേറ്റിനെ പറ്റി ബാബു റയ്യാൻ, ഈ റമദാൻ കൊണ്ട് മാത്രം സ്വർഗത്തിലെത്തുന്ന ആളുകളെ പറ്റി പറയുന്നുണ്ട്. ബാബു റയ്യാൻ എന്ന് വെച്ചാൽ റമദാനിലായിട്ട് ചേഞ്ച് ആയി. നിങ്ങൾ ഈ റിലേ മത്സരം കണ്ടിട്ടുണ്ടോ? റിലേ കണ്ടിട്ടുണ്ടോ? അതായത് അതിനെന്താ പറയാ, വടിക്ക് ഒരു സ്റ്റിക്ക് ഉണ്ടാവും, അതിങ്ങനെ കൊടുക്കും, 4 പേരുണ്ടാവും. ഒരാൾ ഓടി ഓടി ഒരാൾക്ക് കൊടുക്കും, മറ്റേ ആൾ ഓടി ഓടി. അത് കണ്ടിട്ടുണ്ടോ റിലേ? ആ റിലേ മത്സരത്തിൽ ചിലപ്പോ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നല്ല ഫാസ്റ്റ് ആയിട്ട് ഓടിയ ടീം ഉണ്ടാവും, ഓലായിരിക്കും ഫിനിഷിങ്ങിൽ എത്തുക. ലാസ്റ്റ് പെർഫോം ചെയ്ത ആള് ഫിനിഷിങ്ങിൽ എത്തും. ഫുട്ബോൾ കണ്ടിട്ടുണ്ടോ? കാണാത്തവരുണ്ടോ ചോദിക്കാൻ? ഫുട്ബോൾ കളിയില് ഫൈനൽ ടൈം ലാസ്റ്റ് ഒരു മിനിറ്റിൽ ഗോളിട്ട് ജയിച്ചവരില്ലേ? അതൊക്കെ പോലെ റമദാൻ ഇങ്ങോട്ട് വന്നപ്പോ ഉഷാറാക്കിയിട്ട് റമദാനിൽ അങ്ങോട്ട് ബോണസ് പോയിന്റ് കയറ്റിയിട്ട് രക്ഷപ്പെട്ട ആളുകൾ അവരാണ് ബാബു റയ്യാനിലൂടെ അവർ സ്വർഗത്തിൽ പ്രവേശനം നേടുക. റൈറ്റ്. ഗേറ്റ് പോട്ടെ, വിഷയമുള്ള കാര്യമല്ല. ഒരു മതിലിനെ പറ്റി പറയുന്നുണ്ട്. സ്വർഗത്തിനും നരകത്തിനും ഇടയിലുള്ള ആറാഫിന്റെ ഒരു ഏരിയ പറ്റി പറയുന്നുണ്ട്. അവിടെ എത്തിയാലും മതിയായിരുന്നു, അവിടുന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ എത്താമായിരുന്നു എന്ന. റൈറ്റ്. പക്ഷെ സ്വർഗത്തിൽ കടക്കുക എന്നുള്ള എളുപ്പമാണോ, നരകത്ത് പോകാനാണോ, സ്വർഗത്ത് പോകാനാണോ ഈസി? ഒരു മതിൽമേൽ പറ്റി പിടിച്ച് കയറാനാണോ, മതിൽമെന്ന് താഴോട്ട് ചാടാനാണോ ഈസി? ഈസി അതാ. നിങ്ങൾ ഈ ഇത് ചെയ്തിട്ടില്ലേ? അതിനെന്താ പറയാ? നമ്മൾ ഈ പാർക്കിലൊക്കെ കണ്ടില്ല, ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ കീഞ്ഞിറങ്ങുന്ന ഒരു സാധനം, അതിനെന്താ പറയാ? ഒരു ഭാഗത്തോട്ട് കോണിപ്പടിയിലൂടെ ചവിട്ടി മേലെ കയറുന്നു, ടോപ്പിൽ നിന്ന് ഇങ്ങനെ എന്ന് പറഞ്ഞ താഴോട്ട് പോയിട്ട് അങ്ങ് പോകും അല്ലെ? വലിയ വാട്ടർ തീം പാർക്കിലൊക്കെ വലിയ വെള്ളത്തിലേക്ക് പോകും അത് അല്ലെ?
അതുപോലെ അതിലൂടെ താഴോട്ട് പോകാനാണോ മേലോട്ട് കയറാനാണോ ഈസി? സ്വർഗത്തിലെത്തുക എന്നുള്ള ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ്. നരകത്ത് പോകാൻ ഒരു പണിയില്ല, ഒന്നും ചെയ്യാൻ നിന്നാ മതി, ചുമ്മാ ഇരുന്നാ മതി. റാസി, സ്വർഗത്തില് നമുക്ക് മരണം ഉണ്ടാവൂല. ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം. ഇവിടെ അല്ലേ നമ്മൾ മരണം പേടിക്കേണ്ടിയുള്ളത് അല്ലേ? ഡെത്ത് എന്നുള്ളൊരു കാരണം നമ്മൾ പേടിക്കേണ്ടി ഇവിടെയാണ്. അവിടെ മരണമില്ല. അവിടെ ഒരാള് എത്ര ആയാലും മരിക്കൂല. ഇപ്പൊ ഒരാളെ അടിച്ചു കൊന്നാലും മരിക്കൂല. അതുകൊണ്ടാണ് നരകത്തിൽ മരണമില്ല. പണിഷ്മെന്റ് കിട്ടുന്നവന് കിട്ടിക്കൊണ്ടിരിക്കും. ഈ തീ കൊളുത്തി മരിക്കുക എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട്, അറിയോ? സൂയിസൈഡ് ചെയ്യുന്ന ആളുകൾക്ക് നരകത്തുള്ള ശിക്ഷ അത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള. അപ്പൊ തീ കൊളുത്തി മരിച്ച ആളെ അവന് ഒരു തീയും കൊടുക്കും, കുറച്ച് ഒരു എന്താ മണ്ണെണ്ണയോ അവനെന്താ ചെയ്ത വെച്ചാൽ അതുപോലെ കൊടുത്തിട്ട് അവൻ അവിടെ ഇട്ടിട്ട് ആ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുക. ബിൽഡിങ്ങിന്റെ മേലെ നിന്ന് ചാടി മരിച്ചവന് ബിൽഡിങ്ങിന്റെ മേലെ കയറുക, ചാടുക, മരിക്കുക, വീണ്ടും കയറി പോവുക, ചാടുക, മരിക്കുക, ഇത് ചെയ്തുകൊണ്ടിരിക്കുക എന്ന പോലെയാണത്. റൈറ്റ്. അപ്പൊ നരകത്തിലും മരണമില്ല, സ്വർഗത്തിലും മരണമില്ല. ഓക്കെ. അപ്പൊ മരിക്കുക എന്നുള്ള പേടിയില്ല. അപ്പൊ പിന്നെ ആളുകൾക്ക് എത്ര വയസ്സായിരിക്കും? ഇപ്പൊ മുസ്തഫ, നിന്റെ വയസ്സ് എത്രയാന്ന് ചോദിക്കാണ്. എന്റെ വയസ്സ് ഇപ്പോ 5000 എന്നൊക്കെ പറയേണ്ട ഒരു അവസ്ഥയായിരിക്കും അല്ലെ? ഏജ് പറയണം 5000, 10,000, 1 million ഒക്കെ പറയേണ്ടി വരും. കാരണം അവിടെ പിന്നെ ഡെത്ത് ഇല്ല, പിന്നെ അവിടെ ഡേ ഇല്ല. സൂര്യൻ ഇങ്ങനെ കറങ്ങുമ്പോ അല്ലേ ഒരു ഡേ ആവുന്നത്. അപ്പൊ കാലങ്ങള് അള്ളാന്റെ കണക്കിലാണ്. റൈറ്റ്. അപ്പൊ മരണമില്ല, ആഗ്രഹിച്ചതെല്ലാം കിട്ടണ്. പിന്നെന്താ സ്വർഗത്തിലുള്ള പ്രത്യേകത? പിന്നെ ആയാൻ അതല്ല എനിക്കൊരു സംശയമാണ്. ഇപ്പൊ നമ്മളെ ഉസ്താദ് നമ്മളോട് കിതാബ് പഠിപ്പിച്ച ഒരു കാര്യം പറഞ്ഞിനി. നമ്മൾ നരകത്ത് പോയിട്ട് നമ്മളെ ശിക്ഷ ഫുള്ളും കഴിഞ്ഞു, നമ്മളെ ശിക്ഷ ഫുള്ള് അനുഭവിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്ക് തിരിച്ചു സ്വർഗത്തിലേക്ക് പോകാൻ കഴിയോ? നമ്മളെ നബിക്ക് മാത്രം അനുവദിച്ച ഒരു ഇതാണ്. ശിക്ഷ കഴിഞ്ഞ പിന്നെ പോവാലോ. പണിഷ്മെന്റ് കഴിഞ്ഞ പിന്നെ ജയിലിൽ നിന്ന് പുറത്തു വിടൂലേ? ഒരു നരകത്തിൽ പോയാൽ കഴിക്കില്ല. പക്ഷെ നരകം ഈസി ടാസ്ക് അല്ല. ഞാൻ എന്താ വിചാരിച്ചേ, കുട്ടിക്കളിയാ. ഇപ്പൊ ഇവിടുന്നൊക്കെ ആളുകള് പോലീസുകാരോട് പറഞ്ഞത് കാണാം, എന്നെ പിടിച്ച് ലോക്കപ്പിലാക്കിക്കോ, ഒരു പ്രശ്നമില്ല. കാരണം അവർക്ക് അറിയാതെ. പിന്നെ നരകത്ത് ജയിലിൽ കിടന്നാൽ നല്ല ഫുഡാണ്. ഞാൻ പോയിട്ടുണ്ട് ജയിലില്. നിങ്ങൾ വിചാരിച്ചതന്നെയല്ലോ കേട്ടോ, കാണാൻ പോയതാ. അവൻ ജയിലില് തിരുവനന്തപുരത്ത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ പോയപ്പോ എന്ത് നല്ല ഫുഡാന്നറിയോ? ഫുഡ് എന്ന് പറഞ്ഞാല് പച്ചക്കറികളൊക്കെ ഓർഗാനിക്, അവിടെ ജയിൽ പുള്ളികൾ ഉണ്ടാക്കിയ ഫുഡ്. ചപ്പാത്തിയൊക്കെ അവരുണ്ടാക്കുന്ന തന്നെ നല്ല നല്ല ഭക്ഷണമാണ് അവിടെ. ഓക്കെ. അവിടുത്തെ ഭക്ഷണമൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. അവിടുത്തെ പിന്നെ ജയിലൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയാൽ പിന്നെയും പോകാൻ തോന്നുന്ന ഒരു അവസ്ഥയിലാക്കിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ചില ജയിലുകളെങ്കിലും. റൈറ്റ്. എന്നാൽ എല്ലാ ജയിലും അങ്ങനെ ഒന്നും അല്ല. റൈറ്റ്. അത് വിചാരിച്ചാൽ അങ്ങോട്ട് പോകാൻ കാത്തിരിക്കും വേണ്ടാരും. റൈറ്റ്. അപ്പോൾ എന്ന് കരുതി നരകം എന്ന് പറഞ്ഞപ്പോ അയാനെ വിചാരിച്ചവര് ഞാൻ കുറച്ച് തെറ്റൊക്കെ ചെയ്യും, എന്നിട്ട് കുറച്ച് പണിഷ്മെന്റ് അല്ലേ, ഞാൻ അവിടെ നരകത്തുനിന്ന് കുറച്ച് ശിക്ഷയൊക്കെ വാങ്ങിയിട്ട് പിന്നെ അങ്ങ് സ്വർഗത്ത് പോകും എന്ന് പറയുന്ന ഒരു ടോണിൽ വെക്കണ്ട കേട്ടോ. അതിൽ പെട്ട ഒരിക്കലും നരകത്തുനിന്ന് രക്ഷപ്പെടാത്ത ആളുകളുണ്ട്. മുശ്രിക്കുകളും കാഫിറുകളും അല്ലെ, മുനാഫിഖ് ഇവർക്കൊക്കെ ഈ നരകം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമല്ല. നരകം ഒരു സ്ഥലമല്ല കേട്ടോ, ഒരുപാട് സ്ഥലമാണ്. അതായത് പിന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറിയിട്ടുണ്ടോ? ട്രെയിനിൽ ജനറൽ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അവിടെ AC ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? കാറ്റഗറി AC റൂം, നോൺ AC റൂം ഒക്കെ കിട്ടില്ലേ? അതുപോലെ സ്വർഗത്തിനും ദറജകളുണ്ട്, വ്യത്യസ്തമായ സ്വർഗങ്ങളുണ്ട്. എല്ലാവർക്കും ഒരേ സ്വർഗമല്ല. അതുപോലെ ഡിഫറെന്റ് കാറ്റഗറി ഉള്ള നരകമുണ്ട്. ചിലയിടത്ത് പുക മാത്രമുള്ള നരകമുണ്ട്. നരകം എന്ന് പറഞ്ഞാൽ അവിടെ തീയില്ല, ഫയറില്ല, വെറും ചൂട് മാത്രമുള്ള ചെറിയ ശിക്ഷയുള്ള. ഇപ്പം അബൂ താലിബ് അറിയാം ആരാണ്? അബ്ദുൽ മുത്തലിബ് അല്ല, അബൂ താലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ, ഉപ്പാന്റെ ജ്യേഷ്ഠൻ. അബൂ താലിബിന് തീ കൊണ്ടുള്ള ഒരു ചെരുപ്പാണ് അത്രേ ശിക്ഷ. എന്നുവെച്ചാൽ ചെറിയ ശിക്ഷയായിട്ടാണ് കണക്കാക്കുന്നത്. എന്നുവെച്ചാൽ ഇസ്ലാമിനെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ കലിമ ചൊല്ലിയില്ല എന്ന് പറയുന്ന അവസ്ഥ. അപ്പൊ നരകം കുറെ ഡിഫറെന്റ് ആണ്, സ്വർഗവും ഡിഫറെന്റ് ആണ്. ഇനി സ്വർഗത്തിൽ ഉള്ള ഒരു വ്യത്യാസം, മരണം ഇല്ല, പിന്നെ ആഗ്രഹിക്കുന്ന എന്തും കിട്ടും. പിന്നെന്താ സ്വർഗത്തിലുള്ള സ്പെഷ്യാലിറ്റീസ്, ഹിയർ ആഫ്റ്റർ ലൈഫ് എന്തൊക്കെയാണ് പിന്നെയുള്ള? സ്വർഗത്തിൽ എല്ലാവർക്കും ഒരേ വയസ്സായിരിക്കും. 33 ഏജ് ആയിരിക്കും. 33 അതൊരു കണക്കാണ്. എത്രത്തോളം 33 എത്രത്തോളം റിയലാന്നുള്ളത് അറിയില്ല. പക്ഷെ ഹെൽത്തി ആയിരിക്കും എല്ലാവരും. കണ്ണില്ലാത്തവർക്ക് കണ്ണുണ്ടാവും, കാലില്ലാത്തവർക്ക് കാലുണ്ടാവും. എല്ലാവരും കംപ്ലീറ്റ് പേഴ്സണാലിറ്റി ആയിരിക്കും. റിസ്വാൻ അല്ലാഹുവിനെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാം.
അവിടെ അള്ളാഹുവിനെ കാണാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാണാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമല്ലേ? നിങ്ങൾക്ക് ആരെങ്കിലും മിസ് ചെയ്യണുണ്ടോ? ആരെങ്കിലും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഗൾഫിലുള്ള ഉപ്പുണ്ടോ? ഉപ്പാര് ഗൾഫിലുള്ളവരുണ്ടോ? 1 year ആയിട്ട് പോയവരുണ്ടോ? ആരെ കാണുന്ന മിസ് ചെയ്യാറില്ലേ? അല്ലെ? 6 മാസം കൊണ്ട് മിസ് ചെയ്യാറില്ലേ? അല്ലേ? അല്ലെ 1 month ആകുമ്പോൾ മിസ് ചെയ്യാറില്ലേ? ചിലർ പട്ടാളത്തിൽ പോകുന്നു പണ്ട് കാലത്തൊക്കെ, 2 year 5 year ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നവരുണ്ട്. അല്ലെങ്കിൽ ചിലരെ കാണാതെ ആവുന്നവരുണ്ട്. ചിലരെ വീട്ടിൽ നിന്ന് കുട്ടി രാവിലെ സ്കൂളിൽ പോയതാ, പിന്നെ നോ അഡ്രസ്. ഇതുവരെ 5 കൊല്ലായി ഉമ്മ എന്നും ഇങ്ങനെ നോക്കി നിൽക്കും കൊലായ്മല്. മക്കളെ കാണുന്നില്ല, പോയി ആരോ പിടിച്ചുകൊണ്ടുപോയതോ, ഒന്നും ഒരു അഡ്രസ്സും ഇല്ല. രാവിലെ മുറ്റത്തോടെ ഇറങ്ങിയതാ, പോയതാ ബസ്. 10 years ആയിട്ട് തിരിച്ചു വന്നവരുണ്ട്. നാളെ പത്രത്തിൽ കണ്ട് 40 yearsന് ശേഷം തിരിച്ചു വന്നവര്. 40 yearsന് ശേഷം തിരിച്ചു വന്നിട്ട് എന്താ ചെയ്തറിയാം? അയാൾ ആദ്യം ഒരു 3 പവന്റെ ഒരു മാല തിരിച്ചു കൊണ്ടുകൊടുത്തു. എന്ന് വെച്ചാൽ അയാൾ പണ്ട് മുങ്ങിയത് ഒരു മാല മോഷ്ടിച്ചിട്ട് അന്ന് ചെറുപ്പത്തില്. അത് തിരിച്ചു തരാൻ 40 കൊല്ലത്തിന് ശേഷം അയാൾ തിരിച്ചു വന്നത്. ഇങ്ങനെയൊക്കെയുള്ള കഥകളുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരാളെ എപ്പോഴാ മിസ് ചെയ്യുക? അയാൾ നമുക്ക് പ്രിയപ്പെട്ടതാവുമ്പോഴാണ്, അല്ലേ? നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാള് നിങ്ങളെ വീട്ടിലാരാ? അവരെ കാണാതായാലും നിങ്ങൾക്ക് പ്രശ്നമാവില്ലേ? അടി കൂടുന്ന നോക്കണ്ട, സിബ്ലിങ്സ് തമ്മിൽ അടി കൂടുന്നത് നോക്കണ്ട. അടി വേറെ, അടിയുടെ കണക്ക് വേറെ. പക്ഷെ ആളായിട്ട് പോവാന്ന് കേട്ടാലോ? നിങ്ങളുടെ വീട്ടിലെ അനിയനെ വിചാരിച്ചോ, അനിയത്തിനെ വിചാരിച്ചോ, മനസ്സിൽ വിചാരിക്കും. ഇന്ന് ഇഷ കഴിഞ്ഞ് നിങ്ങളെല്ലാവരും കിടക്കാൻ വേണ്ടി നിൽക്കുമ്പോണ്ട് നിങ്ങളുടെ അനിയന് അനിയത്തി ആർക്കെങ്കിലും ഒരാൾക്ക്, അല്ലെ ഉമ്മ ഉപ്പ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ചെസ്റ്റ് പെയിന് വന്നു, തല ഇറങ്ങി വീണു, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ എന്താ ചെയ്യും? പിന്നെയുള്ള പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് അറിയില്ലേ? ICUയിൽ കയറ്റുന്നു, NICUയിൽ കയറ്റുന്നു. അവിടെ നിങ്ങളെ കുടുംബക്കാരൊക്കെ വരുന്നു, ഓരോരുത്തർ 1 by 1 ആയിട്ട് വരുന്നു. ഡോക്ടർ വരുന്നു, നഴ്സ് വരുന്നു, ചെക്കപ്പ് ചെയ്യുന്നു, പുറത്തേക്ക് വരുന്നു. നിങ്ങളിങ്ങനെ ചോദിക്കണം, എന്ത് പറ്റി, എന്തായി പറഞ്ഞു. ഇറ്റ്സ് നോ മോർ, ഫിനിഷ്, ക്ലാസ്, മരിച്ചു. അപ്പോ ഉണ്ടാവുന്ന ഒരു ശൂന്യത ഉണ്ട്, അല്ലേ? അപ്പൊ നമ്മൾ മനസ്സിൽ വിചാരിക്കും, ഓ ഇന്നലെ വരെ ഞാൻ അവനായിട്ട് കച്ചറ ഉണ്ടാക്കി, ഒരു സ്വൈര്യ സമാധാനം ആ കുട്ടിക്ക് കൊടുത്തിട്ടില്ല, അവന് സ്നേഹത്തോടെ ഞാൻ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. ഇതൊക്കെ നമ്മൾ അപ്പം ഇങ്ങനെ പറയും. അപ്പം പറഞ്ഞിട്ട് കാര്യമല്ല, മരിച്ച ശേഷം. ജീവിച്ചിരിക്കുമ്പോൾ വേണം ഈ സ്നേഹവും സന്തോഷമൊക്കെ കൊടുക്കാൻ. അപ്പോ പെട്ടെന്ന് അവരങ്ങ് പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് അവരെ മിസ് ചെയ്യും. ഇനി നിങ്ങൾക്ക് ഉപ്പാനെ എപ്പോഴാ മിസ് ചെയ്യും? ഉപ്പ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ഉപ്പ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ഫാദർ? ഉപ്പ ആരാണ്? എങ്ങനെയാക്കിയേ? ഇപ്പൊ മനസ്സിലായോ ഉപ്പ എന്താന്ന്? മനസ്സിലായ? ക്യാഷ്, ATM ആണ് ഉപ്പ. എനി ടൈം മെഷീൻ, എനി ടൈം മണി, അല്ലേ? ATM അല്ലേ ഉപ്പ? അതല്ലേ ഉപ്പ? പൈസ ഉണ്ടാക്കാം. ഉപ്പ പൈസ ഉണ്ടാക്കൽ നിർത്തി എങ്ങനെ ഉണ്ടാവും? രാവിലെ എണീറ്റ് വെക്കുമ്പോൾ നിങ്ങളെ വീട്ടിന്റെ ചുമരുമ്മൽ ഉപ്പ ഒരു ബോർഡ് എഴുതി വെച്ചു, ഇന്ന് മുതൽ ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല, കൊലയിൽ കാറ്റും കൊണ്ടിരിക്കുക, TV കണ്ടിരിക്കുക. നിങ്ങൾ സമ്മതിക്കോ? നിങ്ങളമ്മ സമ്മതിക്കോ? നിങ്ങൾ സമ്മതിക്കോ? ഉമ്മന്റെ പോട്ടെ, നിങ്ങൾ സമ്മതിക്കോ? ഇല്ല. കാരണം ഉപ്പ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷ് ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളൊരു ഉത്തരവാദിത്തമായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ക്യാഷ് എന്നുള്ളത് നിങ്ങൾക്ക് വരുന്നു. ഫുട്ബോൾ വേണം ഉപ്പ, ടൂറ് പോകണം ഉപ്പ, ഡ്രസ്സ് വേണം ഉപ്പ, എല്ലാറ്റിനും ഉപ്പ അങ്ങനെ വിളിച്ചിട്ട് എല്ലാം നമ്മൾ വാങ്ങിക്കുന്നു. നമ്മുടെ കാര്യങ്ങൾ കരഞ്ഞിട്ട് നേടിയെടുക്കുന്നവരുണ്ട്. കരഞ്ഞ് നേടിയെടുക്കുന്നവരാരൊക്കെയാ? നിങ്ങൾ കരഞ്ഞ് നേടിയെടുത്ത ഒരു കാര്യം പറഞ്ഞേ. കരഞ്ഞ് വാങ്ങിയത്, ചിരിച്ചോണ്ട് വാങ്ങിയല്ല, കരഞ്ഞിട്ട് ഉപ്പാനോട് കരഞ്ഞ് നേടിയെടുത്ത ഒരു കാര്യം എന്താണ്? പറ. സൈക്കിളോ? എന്താ ജവർ വാങ്ങിയേ? ഷവർമ്മ. ഷവർമ്മ കരഞ്ഞു വാങ്ങിയോ? ഒരു ഷവർമ്മക്ക് വേണ്ടി നീ കരഞ്ഞോ? ഒരു പ്രാവശ്യം. ഓ, അതെന്താ അത്രക്ക അന്ന് ഷവർമ്മക്ക് ഒരു പൂതി? പെട്ടെന്ന് കുറെ നാളെ കഴിച്ചിട്ട്, അതുകൊണ്ട്. ഓ, അതൊന്നും ആയിരിക്കൂല. റോട്ടിന്റെ അടുക്കൂടെ, റോഡ് ഒക്കത്തൂടെ ഇങ്ങനെ നടന്നു വരുമ്പോ ഷവർമ്മ കടയിൽ നിന്ന് ഒരു സ്മെല്ല് ഇങ്ങനെ അടിച്ചു വരാണ്ട്, അല്ലാ. പിന്നെ നേരെ ഉപ്പാന്റെ അടുത്ത് ഉപ്പ ഒരു ഷവർമ്മ ഇങ്ങനെ പിന്നാലെ നടന്നിട്ട് പിന്നെ അത് വാങ്ങും, അല്ലെ? അത് വാങ്ങുന്നവരെ പിന്നാലെ കൂടി വാങ്ങും. ഇങ്ങനെ കരഞ്ഞിട്ട് വാങ്ങും. നിസ്സാര കാര്യങ്ങളാവട്ടെ വലിയ കാര്യമാവട്ടെ കരഞ്ഞിട്ട് വാങ്ങും. ചിലത് നോർമലി ചോദിച്ചിട്ട് പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞ് പിന്നാലെ നടന്നിട്ട് വാങ്ങും.
ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വാങ്ങുന്നത്, കാര്യങ്ങൾ നേടിയെടുക്കുന്നത്. നിങ്ങൾക്കൊരു ഉപ്പ ഉണ്ടെന്ന് വിചാരിച്ചോ. ഇപ്പോഴുള്ള ഉപ്പയല്ല, ആ ഉപ്പാന്റെ സ്ഥലത്ത് വേറൊരു ഉപ്പനെ നിങ്ങൾ വിചാരിക്കും. അങ്ങനെ വിചാരിക്കാൻ കഴിയില്ല, പക്ഷെ ഞാൻ പറയാ, ഒരു ഇമാജിൻ ചെയ്യും. ആ ഉപ്പ നിങ്ങൾക്ക് എന്ത് പറയണോ അത് വാങ്ങിത്തരും. അങ്ങനെയാന്ന് വിചാരിച്ചോ. കാരണം ആ ഉപ്പൻ്റെ കയ്യിൽ എന്തുണ്ട്? പൂത്ത കാശ്. പൂത്ത കാശ് നമ്മളൊരു പ്രയോഗം കേട്ടോ. ഒരുപാട് ക്യാഷ്, അൺലിമിറ്റഡ്. ഒരു ബില്യണയർ ആണെന്ന് വിചാരിച്ചു, എന്ത് പറഞ്ഞാലും വാങ്ങിത്തരും. ഉപ്പ സൈക്കിൾ എന്ന് പറയുമ്പോൾ ഏത് മോഡലാണ് വേണ്ടി വിളിച്ചു പറയുന്നു, ഓൺലൈനിൽ വരുത്തുന്നു, ഇനി എന്താ വേണ്ട അത് വരുത്തുന്നു. അങ്ങനെ 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 നിങ്ങൾ ഇനി അടുത്ത കാര്യം പറയേണ്ട ആവശ്യമുള്ളൂ, അപ്പോഴത്തേക്ക് അത് ചെയ്തിട്ടുണ്ടാവും. ഉപ്പ ഒരു സ്വിമ്മിംഗ് പൂൾ, നമുക്ക് ഇവിടെ ഉണ്ടാക്കാലോ, ഒരു വലിയ സ്വിമ്മിംഗ് പൂൾ മുറ്റത്ത്, അപ്പൊ തന്നെ ആളുകളെ വിളിച്ച് പണി ഉണ്ടാക്കുന്നു. എന്താണോ നമ്മൾ പറയുന്നത്, അങ്ങനെ ഒരു ഉപ്പുണ്ടെന്ന് വിചാരിച്ചു. ആ ഉപ്പനെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചു. ഓക്കെ, ഫോണിൽ മാത്രമാണ്. അങ്ങനെ ഒരു ദിവസം ഉപ്പ തിരിച്ച് നിങ്ങളെ കാണാനായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് നിങ്ങൾ സ്കൂളിൽ പോവാം? ഇല്ല. അതെന്താ സ്കൂളിൽ പോവാത്തത്? അഷ്ഫാക്ക് പോടാ. അഷ്ഫാൻ നിങ്ങൾ പോവാന്ന്? നിങ്ങൾ പോവില്ല. ഞാൻ നിങ്ങളെ വീട്ടിൽ വന്നപ്പോ തന്നെ നിങ്ങൾ സ്കൂൾ മുടക്കി നിന്നവരാണ് അല്ലെ? സ്കൂളിൽ പോകാതെ വെയിറ്റ് ചെയ്ത് സ്കൂളായിട്ട് കട്ടാക്കിയാൽ. ഓക്കെ, അപ്പൊ എന്തായാലും അതെന്ത് ചെയ്യില്ല, നമ്മൾ വെയിറ്റ് ചെയ്യും. അത് നമ്മൾക്ക് അത്ര ഇഷ്ടമുള്ളതാണ്. അപ്പൊ അവരൊന്ന് കാണുക പറഞ്ഞാൽ നമുക്ക് അത്ര ഇഷ്ടമാണ്. നമുക്ക് അള്ളാന്റെ വെള്ളം കുടിച്ച് അള്ളാഹ് തന്ന എല്ലാ ഉമ്മാനും ഉപ്പാനും വരെ നമുക്ക് അള്ളാഹ് തന്നതാ, നമുക്ക് എല്ലാം അള്ളാഹ് തന്നതാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ആ അള്ളാഹിനെ നമുക്ക് കാണാൻ കഴിയാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാണാൻ കഴിയില്ല. എല്ലാവർക്കും കാണാൻ കഴിയോ? ഈ പരലോകത്ത് ഫസ്റ്റ് സെഷൻ എന്നുള്ളത് അള്ളാഹിനെ കാണുക എന്നുള്ളതാണ്. അള്ളാഹിനെ നമ്മൾ കാണുന്നതോടുകൂടി നമുക്ക് മനസ്സിലാവും നമ്മൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നുള്ളതൊക്കെ. അവിടെ തന്നെ അർഷിന്റെ തണൽ കിട്ടാത്തൊരവസ്ഥ വരുമ്പോ തന്നെ മനസ്സിലാവും. അപ്പോ എങ്ങനെയെങ്കിലും സ്വർഗത്തിലെത്തുക എന്നുള്ളതാണ്, എങ്ങനെയെങ്കിലും സ്വർഗത്തിലെത്തുക എന്നുള്ളത് തന്നെയാണ് ടാസ്ക്. പക്ഷെ സ്വർഗത്തിലെത്തുക എന്നുള്ളത് ഈസി വേ അല്ല. നരകത്തിലെത്തുക എന്നുള്ളത് പറഞ്ഞാൽ വളരെ ഈസിയാണ്. അപ്പോൾ അതിൽ ആ സ്റ്റെപ്പിൽ പോരെ. ഇനി എന്താ സ്വർഗത്തെ പറ്റി എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? സ്വർഗത്തെ പറ്റി വിട്ടുപോയത്, സ്വർഗത്തിലെ ടേസ്റ്റ് നിൽക്കൂല. ടേസ്റ്റ്, അതായത് നിങ്ങൾ ഇന്ന് കഴിച്ച ഏറ്റവും ടേസ്റ്റ് ഉള്ള ഫുഡ് ആയിട്ട് എന്താ പറഞ്ഞേ? ഇന്ന് കഴിച്ചത്. നോമ്പ് തുറന്നവർ കേട്ടോ, നോമ്പ് തുറക്കാത്തവർ പറയണ്ട, ഏഴിലുള്ളവർ ഇന്നലെ കഴിച്ചത് പറഞ്ഞാലും മതി. നിങ്ങൾ ഇപ്പോൾ ഈ റമദാനിൽ കഴിച്ച ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് എന്ന് പറഞ്ഞേ, ആരാ പറയാ? ഷെഹസാദ്. ബട്ടറിന്റെ ഒരു സ്കോച്ച് ഉള്ള ജ്യൂസ്. ബട്ടർ സ്കോച്ച്. ഓക്കെ. സൽമാൻ എന്താ കഴിച്ചേ? പിസ്സയാണ്. ആറഫ? മിൽക്കോ? വെറും മിൽക്കിന് ടേസ്റ്റോ? അത്ഭുതം. അയാന്? മാംഗോ ജ്യൂസ്. മാംഗോ ജ്യൂസ് ഓർ ഷേക്ക്? ബ്രെഡ് പോക്കറ്റ്. ബ്രെഡോ? ബ്രെഡ് കഴിച്ചിട്ട് എനിക്ക് ടേസ്റ്റ് ആയി തോന്നിയ. അഷ്ഫാഖ്? കട്ട്ലേറ്റ് കഴിച്ചു. അനശ്വ? ഫ്രൂട്ട്സ് കഴിച്ചപ്പോ. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഐറ്റം എന്താ ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റം റമദാൻ? കേക്കോ? ഓക്കെ. അവിടെ ഇഫ്താർ കഴിഞ്ഞില്ലല്ലോ, അപ്പൊ അവിടെ ടൈം എത്രയാ? Iftar is in 4 hours. 4 hours. ഇനി അവർക്ക് ഇനി നോമ്പ് തുറക്കാൻ 4 മണിക്കൂറുണ്ട്. അവിടെ നമ്മൾ ഈ ഫുഡിനെ പറ്റി പറയുന്നത് അല്ലേ? നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാവും, ഫുഡ് ഐറ്റം, റൈറ്റ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റം ഒന്ന് മനസ്സിൽ വിചാരിച്ചാ അത് 2 എണ്ണം നിങ്ങളുടെ ടേബിളിൽ ഉണ്ടെന്ന് വിചാരിച്ചോ. മുമ്പിൽ മനസ്സിൽ ഇമാജിൻ ചെയ്യും. 2. അവിടെ തന്നെ 5 എണ്ണം ആണെന്ന് വിചാരിച്ചോ. ആ ഫുഡ് ഐറ്റം 5 എണ്ണം. പിസ്സ ആണെങ്കിൽ 5 എണ്ണം ഇങ്ങനെ അട്ടിക്ക്. ഓക്കെ, ഇനി ആ ടേബിൾ കംപ്ലീറ്റ് ഇങ്ങനെ നിറഞ്ഞെടുക്കേണ്ടതെന്ന് വിചാരിച്ചോ. അതേ ഐറ്റം. ചോക്ലേറ്റ് ആണെങ്കിൽ ചോക്ലേറ്റ് ടേബിൾ നിറയെ. ഇമാജിൻ ചെയ്തില്ലേ? ഇനി നിങ്ങളുടെ റൂമിൽ മുഴുവനും ആ ഫുഡ് ഐറ്റം ഉണ്ടെന്ന് വിചാരിച്ചോ. എല്ലായിടത്തും നിറയെ. നിങ്ങൾ ഇങ്ങനെ അതുമ്പിൽ മുങ്ങിക്കിടക്കുകയാണ്, നിങ്ങളുടെ തല മാത്രമേ പുറത്തുള്ളൂ, ബാക്കി ആ ഫുഡ് ഐറ്റം ആണ്. ആലോചിച്ച് നോക്കൂ, ഇത്രയും ഭക്ഷണം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ
എത്ര എണ്ണം തിന്നു? നോമ്പിന് തന്നെ, നോമ്പിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഈ ടേബിളിൽ ഇരുന്നല്ലേ നിങ്ങൾ കഴിക്കുക? നിലത്തിരിക്കലുണ്ടോ? മജ്ലിസിൽ ഇരിക്കുന്നവരുണ്ടോ? ടേബിളിൽ ഇരുന്ന് നിങ്ങൾ നോമ്പിന് ഇങ്ങനെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പുള്ള ടൈമിൽ നിങ്ങൾ എന്താ ചെയ്യല്? ആ ഇഫ്താറിന് തൊട്ട് മുമ്പ് ആദ്യം ഡേറ്റ്സ്, പിന്നെ സമൂസ, പിന്നെ കട്ട്ലറ്റ്, പിന്നെ പിന്നെ ചിക്കൻ്റെ ആ പീസ് ഇങ്ങോട്ട് എടുക്കണം. പിന്നെ ഇതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ? അതോ ഒരു പ്ലേറ്റിലാക്കി? ചില വീട്ടിലൊക്കെ പ്ലേറ്റിൽ തന്നെ ആക്കിയിട്ട് തരും. ഓരോ കുട്ടിക്കും വേറെ വേറെ സെപ്പറേറ്റ് തരും. കൈയിട്ട് വരാൻ സമ്മതിക്കൂല അല്ലേ? ഒക്കെ വേറെ ആക്കി തരും, ഫൈറ്റ് ഉണ്ടാക്കാതിരിക്കാൻ. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യും. എന്നിട്ട് എന്താ സംഭവിക്കുക? കുറച്ച് തിന്ന് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ്, ആഫ്റ്റർ 5 മിനിറ്റ്, തീറ്റ തുടങ്ങിയിട്ട് ആഫ്റ്റർ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സൈഡാവും അല്ലേ? നമ്മൾ സൈഡാവും എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ആഗ്രഹം ഉണ്ട് അതൊക്കെ തിന്നണമെന്ന്, നമുക്ക് തിന്നാൻ കഴിയില്ല. പിന്നെ ഉമ്മാനോട് പറയും ഉമ്മ ഒന്ന് പിടിക്കി, എന്നിട്ട് നമ്മളെ കൊണ്ടുപോയിട്ട് ബെഡിൽ കൊണ്ടുപോയി കിടത്തേണ്ടി വരും. എന്താ കാരണം? എന്തുകൊണ്ടാണ് നമുക്കത് ഫുള്ളായിട്ട് തിന്നാൻ പറ്റാഞ്ഞത്? 2 റീസണാണ്. റീസൺ നമ്പർ 1, റീസൺ നമ്പർ 2. When we forced to eat less. പിന്നെ അയാന് അമിതമായി വെള്ളം കുടിക്കുന്നതിനെ കൊണ്ട്. പിന്നെ 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 ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 1 വയറ് നിറഞ്ഞുകൊണ്ടാണ്. അവിടെ തലയില്ല, അവിടെ കുത്തിക്കയറ്റിട്ട് കാര്യമില്ല. 1. രണ്ടാമത്തത് ടേസ്റ്റ് ഇല്ലാതെയായി. ടേസ്റ്റ്, ഒരേ സാധനത്തിന്റെ ടേസ്റ്റ് കുറെ പ്രാവശ്യം തിന്നുമ്പോൾ നമുക്ക് അതിനോട് താല്പര്യം, ഇൻട്രസ്റ്റ് ഇല്ലാതെയാവും. ശരിയായില്ലേ? അതുകൊണ്ടാണ്. എന്നാൽ സ്വർഗത്തിൽ ഈ 2 കാര്യവും ഇല്ല. നമ്മൾ എത്ര കഴിച്ചാലും ആ ടേസ്റ്റ് പോവില്ല. അപ്പൊ ആ ടേസ്റ്റിന്റെ ആ കാര്യം ഇങ്ങനെ, രുചി ഇങ്ങനെ അവിടെ കിടക്കും. അപ്പൊ ടേസ്റ്റ് പോയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല? ഭക്ഷണം സ്റ്റോപ്പ് ചെയ്യില്ല. പിന്നെ സ്വർഗത്തില് പ്രധാനപ്പെട്ട ഒരു സംഭവം ഇല്ല, ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ല. അപ്പോഴോ? എന്ന് വെച്ചാൽ ഫുഡ് നമ്മൾ എന്ത് കഴിക്കുന്നോ അത് നമ്മൾ ഗ്ലൂക്കോസ് ആയിട്ട് മാറുക ചെയ്യാം. അതായത് ഡൈജഷൻ പരിപാടി അവിടെ കംപ്ലീറ്റ് ആയിട്ട് മാലിന്യം ഇല്ലാത്ത, ഫുഡ് വേസ്റ്റ് എന്നൊരു കൺസെപ്റ്റ് ഇല്ലാത്ത ഒരു ലോകമാണ് സ്വർഗം. അതിനെപ്പറ്റി നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്ക്. ഒരു ആപ്പിൾ കഴിച്ചാൽ ആപ്പിളിന്റെ ഒരു 5% നമുക്ക് നമ്മുടെ ബ്ലഡിലേക്ക് ഗ്ലൂക്കോസ് ആയിട്ട് മാറുകയും നമുക്ക് യൂസ്ഫുൾ, ബാക്കിയെല്ലാം നമ്മൾ കളയാണ് ചെയ്യുക. ഫുഡ് വേസ്റ്റ് ആണ്. ഈ ഫുഡ് വേസ്റ്റ് ഇല്ലാതെ നമ്മൾ കഴിക്കുന്നതെല്ലാം നമുക്ക് ബോഡിക്ക് യൂസ്ഫുൾ ആയിട്ട് മാറുന്ന ഒരു ലോകമാണ് സ്വർഗം, ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട്. മാത്രമല്ല ആ ടേസ്റ്റ് തീരാത്ത, ആസ്വദിച്ചാൽ ആസ്വാദനങ്ങൾ തീരൂല. ഫുട്ബോൾ കളിക്കുന്നവർ എത്ര പേരുണ്ട്? എത്ര നേരം നിങ്ങൾ കളിക്കും? ഗെയിം കളിക്കുന്നവർ എത്ര പേരുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിം ഏതാണ്? നിങ്ങൾ ആ ഗെയിം എത്ര നേരം കളിക്കും? 1 അവർ, 2 അവർ? റെക്കോർഡ് ഗെയിം കളിച്ച എത്ര പേരുണ്ട്? 4 മണിക്കൂറൊക്കെ കളിച്ചവരുണ്ട്. ഒരു ദിവസം ഞായറാഴ്ച കുത്തിരുന്ന് മോർണിംഗ് രാവിലെ 10 മണിക്ക് തുടങ്ങി വൈകുന്നേരം വരെയൊക്കെ ഇങ്ങനെയൊക്കെ കളിക്കുന്നവരുണ്ട്. എന്നിട്ടും അതിനോട് പിന്നെ അത് മടുക്കും, കുറെ കഴിയുമ്പോൾ എല്ലാം മടുക്കും. പക്ഷെ മടുപ്പില്ലാത്ത ലോകമാണ്, അവസാനിക്കാത്ത ലോകം, മരണമില്ലാത്ത ലോകം, ആസ്വദിച്ചാൽ ആസ്വാദനങ്ങൾ തീരാത്ത ലോകം. പിന്നെ അവിടുത്തെ ജ്യൂസിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അവിടെ കുടിക്കുന്ന പാനീയങ്ങളെ പറ്റി തസ്നീം എന്ന് പറയുന്നുണ്ട് അല്ലെ? അവിടെ ഇങ്ങനെ, നിങ്ങൾ ഈ ബീച്ചിലുള്ള ഒരു ചെയർ കണ്ടിട്ടുണ്ടോ? ചെയറല്ല, ഒരു കിടക്കുന്ന ഒരു സാധനം, ഒരു കട്ടില് പോലെ ബീച്ചിലൊക്കെ ആളുകൾ കിടക്കുന്നത്. അതുപോലുള്ള ചാരു കട്ടിലുകളിൽ നല്ല മെത്തയൊക്കെ വിരിച്ച് നല്ല പില്ലോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ആളുകൾക്ക് സുഖമായിട്ട് കിടക്കുക, ഭക്ഷണം കഴിക്കുക, ഒരു പണിക്കും പോണ്ട, ഒരു പണിയില്ലാത്തൊരു ലോകം അല്ലേ? അതാണ് യഥാർത്ഥ വിജയികളുടെ ലോകം, നല്ല മനുഷ്യരുടെ ലോകം അതാണ്. അപ്പൊ അവിടെ ജയിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ കുറച്ച് എന്ത് ചെയ്യണം? ഈ പരീക്ഷ സൂക്ഷിച്ച് എഴുതിയാൽ മാത്രമേ, ഈ പരീക്ഷയിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് ആൻസർ എഴുതിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്വർഗത്തിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നരകം എന്താണ്? നരകത്തിലെ ശിക്ഷകൾ എന്തൊക്കെയാണ്? നരക ശിക്ഷയെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? നരകത്തിലെ ഏറ്റവും വലിയ പണിഷ്മെന്റ് നാവ് കൊണ്ടുള്ള പണിഷ്മെന്റ്. സൂറത്തുൽ ഹുമസയിൽ എത്രയോ പ്രാവശ്യം പറഞ്ഞതല്ലേ? സൂറത്തുൽ ഹുമസയിൽ കുറ്റം പറയുന്നവർ കൈപൊക്കി, മറ്റുള്ളവരെ കളിയാക്കുന്നവര്, ഇൻസൾട്ട് ചെയ്യുന്നവര്, കളിയാക്കുന്നവര്. സാലിഫ് കളിയാക്കലുണ്ടാ? സൽമാൻ എവിടെ? സാലിഫിന്റെ അടുത്തൊന്ന് പോയി നോക്ക് സൽമാനെ.
കളിയാക്കലുണ്ടാ? കളിയാക്കുമ്പോ എന്താ സംഭവിക്കുക? ഒരാൾ ഇൻസൾട്ട് ചെയ്യുമ്പോ നമ്മൾ ഒരാളെ ചീത്തപ്പേര് വിളിക്കുക, കളിയാക്കുക, കുത്തിപ്പറയുക, കുത്തുവാക്ക് പറയുക. ഈ നാവ് കാരണമാണ് അധികം ആളുകളും, നല്ലൊരു ശതമാനം ആളുകളും നാവ് കൊണ്ട് സംസാരിച്ചിട്ട് നരകത്ത് പോയവരാണ്. ചെയ്ത അമല് വെള്ളത്തിലാകുക എന്ന് പറഞ്ഞാൽ കേട്ടണോ നിങ്ങള്? നിങ്ങൾ ചെയ്ത നന്മ ഇല്ലാതെ ആവുന്ന ഒരു പണിയാണ് നാവ് കൊണ്ട് വർത്താനം പറഞ്ഞാല്. ഇന്നലെ തറാവി നിസ്കരിച്ചവര്, ഫുള്ള് നിസ്കരിച്ചവര്, തറാവി നിസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങണ സ്റ്റെപ്പില്ലേ, അവിടെ എത്തിയപ്പോണ്ട് നിങ്ങളെ ഒരു ഫ്രണ്ട് അവിടെ നിൽക്കുന്നത്. നിങ്ങൾ അവന് തലക്കൊന്നട് കൊടുത്ത് വെറുതെ ചുമ്മാ രസത്തിന്. അതിൽ അവൻ എന്തൊരു തെറി വിളിച്ചു, നിങ്ങൾ 2-3 തെറി അങ്ങോട്ടും വിളിച്ചു. അത്രേ നേരം നിന്ന് നിസ്കരിച്ച, അറൗണ്ട് 1 hour നിങ്ങൾ നിസ്കരിച്ച തറാവിയോട് പോയി, അതിന്റെ നന്മട് പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചെയ്ത എല്ലാ പണിയും വെള്ളത്തിലാവുന്നത് ഈ നാവുകൊണ്ടാണ്. നോമ്പ് നോറ്റ്, കളവ് പറഞ്ഞു, ചെറിയ കളവാണ്. കളവിന് വലുപ്പവും ചെറുപ്പവും ഉണ്ടോ? വലിയ കളവ്, ചെറിയ കളവ് അങ്ങനെ ഉണ്ടോ? നിങ്ങളെ റൂമിൽ ഫാൻ ഇങ്ങനെ കറങ്ങാണ്, നിങ്ങൾ ഇട്ടച്ചാണ്, നിങ്ങൾ അപ്പുറത്ത് റൂം പോയി ഇങ്ങോട്ട് വന്ന് ബാപ്പ ചോദിച്ചു, ഇവിടെ ആരാ ഫാൻ ഇട്ടച്ച് വെറുതെ കറങ്ങി കറണ്ട് ബില്ലാക്കാൻ ആരാ ഇവിടെ ഇട്ട് വെച്ചത്? നിങ്ങൾക്കറിയാം നിങ്ങളാണ്. അത് ഞാനൊന്നുമല്ല, അവിടെ പോയി. നിങ്ങൾ നോമ്പ് മുറ്റ ആളാ, അപ്പൊ നോമ്പ് പോയി. ഉമ്മാന്റെ അടുക്കല് ഉപ്പാന്റെ അടുക്കലൊക്കെ നിങ്ങൾക്ക് നോമ്പുകാരാണ്, നാട്ടുകാരുടെ അടുത്തും. പക്ഷെ നിങ്ങൾക്ക് നോമ്പില്ല. അല്ലല്ലേ ഇതിന്റെ റിവാർഡ് നിശ്ചയിക്കുന്നത്? ആ നോമ്പ് നഷ്ടമായി. ചെറിയൊരു കളവ്, ചെറിയ കളവ് വലിയ കളവൊന്നുമില്ല, കളവ് എല്ലാം കളവ് തന്നെയാണ്. അതുകൊണ്ട് അത് പോയി. ഇനി ആലോചിച്ച് നോക്കൂ, പിന്നെ നാവുകൊണ്ട് ഉമ്മാനെ ഒച്ച കൂട്ടി പറയാ, ഉമ്മ ചായ, ഉമ്മ ചായ തരും, അതല്ല ദേഷ്യം പിടിച്ചിട്ട് ചായ ഉറക്കെ. ഉമ്മ ചായ കൊണ്ടുവരും, അവിടെ ചായ ഉണ്ടാക്കുക തന്നെയാണ്. ചായ ഉണ്ടാക്കാൻ പ്രോസസ്സ് ഉണ്ട്. വെള്ളം ചൂടാക്കണം, പൊടി ഇടണം, ഇതെടുക്കണം, ഒഴിക്കണം. അതിന് നേരല്ല, ഭയങ്കര തിരക്കാണ്. ചായ എന്ന് പറയുമ്പോൾ മുമ്പിൽ ചായ എത്തണം. അങ്ങനത്തെ കുട്ടികളുണ്ട്. അങ്ങനത്തെ കുട്ടികൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? പറഞ്ഞ നിങ്ങൾ പറ. അങ്ങനത്തെ കുട്ടികൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറ. അടിച്ചിട്ടുണ്ടല്ലോ, പറയ്. അവരെ അടിക്കണം. അവരെ അടിക്കുക, ചായ കൊണ്ട് തലേ കൂടെ വയ്ക്കണം, ചൂടുള്ള ചായ. പിന്നെ ചായ വയ്ക്കരുത് അങ്ങനെ, അല്ലെ? ഒരു മര്യാദ വേണ്ടേ ഏത് കാര്യത്തിനും, അല്ലെ? ചാടി കയറി ഒരു സബറും ഇല്ലാത്ത മക്കള്, അങ്ങനെയൊക്കെയുള്ള മക്കളുണ്ട്. കുറെയൊക്കെ പാരന്റ്സിന് കൂടി പ്രശ്നമാണ്, അല്ലെ? അതെന്താ പാരന്റ്സിന്റെ കുറ്റം മുനീബേ? ഈ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ ഒക്കെ സ്വഭാവം വരുന്നതിൽ 1% പാരന്റ്സിന് പങ്കുണ്ട്. അതിന്റെ കാരണം എന്താ? പാരന്റ്സ് നല്ലപോലെ പഠിപ്പിച്ചെടുക്കായിട്ട്. പഠിപ്പിക്കുക മീൻസ് എന്താണ് നല്ല കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഒരു ബാപ്പയെന്ന് വിചാരിച്ചോ, സപ്പോസ് എന്റെ മോനെ അല്ല എന്റെ വീട്ടില് എന്റെ കുട്ടി ഉമ്മാനോട് ഇങ്ങനെ പെരുമാറുകയാണ്, ഉമ്മ ചായ ചായ എന്ന് പറഞ്ഞിട്ട് ചാടി കളിക്കുകയാണ് വിചാരിച്ചോ, നീ എന്താ ചെയ്യണ്ടേ? നീ പോകും, നീ പള്ളിയിലച്ഛനാവും, അല്ലെ? പള്ളിയിലച്ഛൻ അല്ലെ? പള്ളിയിലച്ഛൻ പറയില്ലേ, കുഞ്ഞാടുകളെ ഇങ്ങനെയൊന്നും ചായ ചോദിക്കരുത് കേട്ടോ, ചായ നിങ്ങളൊന്ന് പോയിക്കാണേട് വാപ്പേ എന്ന് പറഞ്ഞിട്ട് എന്നോട് വാപ്പനോട് പോവാന് ഇനി എന്ത് ചെയ്യും? അടിക്കണം, അല്ലേ? ഈ സ്വർഗമുണ്ട് നരകമുണ്ട്, ഭൂമിയിലും കുട്ടികൾക്കും ബോധ്യമാവണം, അല്ലെ? എല്ലാ കുട്ടികളെയും തേനും പാലും മാത്രം കൊടുത്ത് വളർത്തി അങ്ങനെ ഉണ്ടാവും? ചോദിക്കണോക്കെ കൊടുക്കുക, കുട്ടി പറയും, കുട്ടി VVIP കാറ്റഗറി കുട്ടി എങ്ങനെ ഉണ്ടാവും? അങ്ങനത്തെ കുട്ടികളാണ് വലിയ വലിയ കുറ്റക്കാരായിട്ട് മാറുന്നു. റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത കുട്ടികൾ, അല്ലെ? നോ കേൾക്കാത്ത കുട്ടികൾ. ഇപ്പൊ ജൗഹർ പറയാ ഷവർമ്മ വേണം, അപ്പൊ തന്നെ വാങ്ങി കൊടുക്കരുത്. അപ്പൊ ചെയ്ത് അങ്ങനെയാണ്, അല്ലെ? അപ്പൊ തന്നെ എല്ലാം വാങ്ങി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ചിലതൊക്കെ കിട്ടൂല എന്ന് മനസ്സിലാവണം, കിട്ടും വേണം, കിട്ടൂല എന്ന്. സ്നേഹവും കൊടുക്കണം, അടിയും രണ്ടും വേണം, അല്ലെ? എന്നാലോട്ടെ ബ്രൂട്ടലി പണിഷ് ചെയ്യാനൊന്നല്ല പറയുന്നത്, പേടി വേണം. ബാപ്പനെ പേടിയുള്ള ഒരു കൈപൊക്കി. അയ്യോ ബാപ്പ, അതാണ് നല്ല തന്തക്ക് വറക്കണം, നല്ല തന്തക്ക് വറുക്കാൻ പറ്റില്ല എന്നത്. നല്ല വാപ്പുണ്ടാവണം,
വെരി സ്ട്രോങ് അല്ലേ? നല്ല വാപ്പ ഉണ്ടാവണം അല്ലേ? നല്ല വാപ്പാന്റെ മോനായിട്ട് വളരണം. അല്ലേ? ഉമ്മാനെ പേടിയുള്ളവർ ചില വീട്ടിൽ തിരിച്ചാട്ടോ, ഉമ്മാനെ പേടി വാപ്പാനെ പേടിയില്ല. വാപ്പ പാവം ക്യൂട്ട് വാപ്പ അല്ലേ? ഉമ്മ ഉമ്മാന്റെ നേല് കണ്ടാൽ മതി പേടിച്ചോടും. അങ്ങനെയുള്ളവരും ഉണ്ട് അല്ലേ? പക്ഷെ ആരെങ്കിലും ഒരാൾ സ്ട്രോങ് ആവണം, രണ്ടുപേരും സ്ട്രോങ് ആവാൻ പാടില്ല. റൈറ്റ്? രണ്ടുപേരും ഒരേ സമയം സ്ട്രോങ് ആയാലും കുട്ടി പിന്നെ എന്തായി? ഓ, എന്റെ കാര്യം നോക്കാനല്ലേ ഇനി അനങ്ങാൻ ജയിലിട്ട പോലെ ആയിരിക്കും എന്റെ ജീവിതം അല്ലെ? രണ്ടുപേരും സ്ട്രോങ് ആവണ്ട, ഒരാള് സ്ട്രോങ്, ഒരാള് എന്ത് ചെയ്യാം, ലവ്. അങ്ങനെയാണ് വരിക. അപ്പോ സ്വർഗമുണ്ട് നരകമുണ്ട്, രണ്ടും ഉണ്ടാവണം. പറഞ്ഞതൊക്കെ അനുസരിച്ച് നല്ല കുട്ടിയായി നിന്നാല് പാരന്റ്സിന് നിങ്ങളെ നല്ല ഇഷ്ടം, നിങ്ങൾക്ക് പറയുന്നൊക്കെ കിട്ടും. അതല്ല ഉടക്കാനാണ് ഭാഗമെങ്കിൽ അവരുടെ സ്വഭാവം ഒരു മാറ്റും അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഒരു കുട്ടിയെ ഒരു പാരന്റ് പറയാണ്, പാരന്റ് അങ്ങനെ പറഞ്ഞ് രാത്രി കിടക്കുമ്പോ രാത്രി കുട്ടിയുടെ കഴുത്ത് ഞെരിച്ച് ഞാനങ്ങ് കൊന്നാലോ എന്ന് ആലോചിച്ച് പോയി. അവന്റെ സ്വഭാവം അത്രക്ക് മോശമാണ് സാറേ എന്ന് പറയുമ്പോ എങ്ങനെയുണ്ട്? എത്രത്തോളം ആ പാരന്റ്സ് അനുഭവിക്കുന്നുണ്ടാവും? നിങ്ങളെ കൊണ്ട് വല്ല അടങ്ങാറ് നിങ്ങളെ പാരന്റ്സിനുണ്ടോ? ഒരടങ്ങാറും ഇല്ലാത്ത ഉമ്മാൻ്റെ മക്കളൊന്ന് കൈവക്കേ. പാരന്റ്സിന് നിങ്ങളെ കൊണ്ട് ഒരു ശല്യമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയുള്ള ഉമ്മാന്റെയും പാപ്പാന്റെയും മകൻ മകൾ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഒരടങ്ങാറും ഇല്ല. ചുരുക്കി പറഞ്ഞാൽ എല്ലാരും നല്ല അടങ്ങാറാക്കുന്നുണ്ട് അല്ലേ? എഴുതി വാങ്ങാൻ പറ്റുമോ? എഴുതി വാങ്ങിക്ക് വാട്സപ്പ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ചെല്ല്, ഭീഷണിപ്പെടുത്തണ്ടേ, ഉമ്മ എഴുതി തന്ന അങ്ങനൊന്നും പറയണ്ട. എഴുതിയിട്ടൊന്ന് വാട്സപ്പ് ചെയ്തേ. ഒരാളുടെ ആരാത് എനിക്ക് അയച്ചുതരാം. എൻ്റെ മോനെ കൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, നല്ല മോനാണ്. എഴുതിയിട്ടൊന്ന് വാട്സപ്പ് ചെയ്ത് ഞാൻ നോക്കട്ടെ ഏത് കുട്ടി അയച്ചു തരിക എന്നുള്ളത്. ഇപ്പൊ തന്നെ ആ ഒരു പേപ്പറിൽ എഴുതിയാൽ മതി. പേപ്പർ, കാരണം നിങ്ങൾ എഴുതിയിട്ടല്ല, നിങ്ങളല്ല ഐ ഡി പറ്റൂല. പാരന്റ്സ്, ഉമ്മ അല്ലെങ്കിൽ ഉപ്പ എഴുതിയിട്ട് വാട്സപ്പ് ചെയ്യണം. ആദ്യം ആരാ അയക്കുക നോക്കട്ടെ. അങ്ങനെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്, കാരണം മിക്കവാറും മക്കളൊക്കെ വീട്ടിൽ നല്ല വെറുപ്പിക്കലായിരിക്കും. 90%. വളരെ റെയർ കേസൊക്കെ നല്ല കുട്ടികളായിട്ടുണ്ടാവും. ചിലപ്പോൾ ചില വീട്ടിൽ ഒരു കുട്ടി ഉണ്ടാവുള്ളൂ, പിന്നെ അതിനിപ്പോ അവിടെയുള്ളൊക്കെ ആ കുട്ടിക്ക് തന്നെ, അതുകൊണ്ട് തന്നെ വലിയ കച്ചറയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവും. പക്ഷെ പാരന്റ്സിന്റെ കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഷാർജയിലൊക്കെ ഉണ്ട്, കഴിഞ്ഞതിന്റെ മുമ്പത്തെ അക്കാഡമിക് ഇയർ. പാരന്റ്സ് അങ്ങനെ എഴുതി അയച്ചിരുന്നു, നല്ല മോനാണ്. എല്ലാ പേരൻസും കാക്കക്ക് തൻകുഞ്ഞും പൊൻകുഞ്ഞെന്നാ പറയാ. കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. എല്ലാ പേരൻസിനും മക്കളൊക്കെ എൻ്റെ മക്കളാണ്, ഇത് ലോകത്തെ ഏറ്റവും നല്ല കുട്ടി എന്നാണ് പറയാ. പക്ഷെ അതൊക്കെ ഒരു പറച്ചിൽ മാത്രമേ ഉള്ളൂ. കുറ്റം 100 കുറ്റം പറയണ്ട, 100 അല്ലേ? ആരുമില്ലല്ലോ, ആരും വന്നിട്ടൊന്നുമില്ല, അങ്ങനെ വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് ആ വിഷയം നമുക്ക് വിടാം. ഓക്കെ, അങ്ങനെ ആരും വരാം. 100 കുറ്റം എഴുതാൻ പറഞ്ഞാൽ എഴുതിക്കോളും പേരൻസ് അല്ലേ? കുറ്റം ഇല്ല എന്നുള്ള എഴുതി തരാനൊന്നും പറ്റില്ല. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും, പ്രത്യേകിച്ച് കുട്ടികൾ തമ്മിൽ. ഓക്കെ, പക്ഷെ അത് നമ്മൾ കൺക്ലൂഡ് ചെയ്യാം. ദുആ ചെയ്യല്ലേ? കൈ ഇങ്ങനെ വെച്ച്, ഇങ്ങനെ വെച്ച്, എല്ലാവരും ഇങ്ങനെ വെച്ച് ദുആ ചെയ്യാം. അള്ളാഹുവെ നല്ല മക്കളാക്കണേ അള്ളാഹ്. അള്ളാഹുവെ പാരൻസിന് ഏറ്റവും ഇഷ്ടമല്ല മക്കളാക്കണേ അള്ളാഹ്. അവർക്ക് ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അള്ളാഹ്. അള്ളാഹുവെ സ്വർഗം തരണേ അള്ളാഹ്. സ്വർഗത്തിലെത്തുന്ന സ്വഭാവമുള്ളവരാക്കണേ അള്ളാഹ്. സ്വർഗത്തിലേക്കുള്ള നല്ല മനുഷ്യരാക്കണേ അള്ളാഹ്. അള്ളാഹു ഞങ്ങളുടെ ഭാഗത്തുള്ള വീഴ്ചകളൊക്കെ പുറത്തു തരണേ അള്ളാഹ്. ഞങ്ങളുടെ ഭാഗത്തുള്ള കുറ്റങ്ങൾ പുറത്തു തരണേ അള്ളാഹ്. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ തെറ്റായ മോശം സ്വഭാവങ്ങൾ ഞങ്ങളിലൊക്കെ ഉണ്ടോ അതൊക്കെ മാറ്റിത്തരണേ അള്ളാഹ്. അള്ളാഹു ഞങ്ങളുടെ ശരീരത്തിൽ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിത്തരണേ അള്ളാഹ്. അള്ളാഹു ഞങ്ങളുടെ കുടുംബത്തിൽ റഹ്മത്തും ബർക്കത്തും തരണേ അള്ളാഹ്. അള്ളാഹുവെ ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും പുറത്തു കൊടുക്കണേ അള്ളാഹ്. അവർക്ക് സ്വർഗം കൊടുക്കണേ അള്ളാഹ്. അള്ളാഹു അവരുടെ ആരോഗ്യം നന്നാക്കി കൊടുക്കണേ അള്ളാഹ്. അള്ളാഹു ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരെയും ദീനിയായ വഴിയിൽ നടത്തണേ അള്ളാഹ്. അള്ളാഹുവെ ഞങ്ങളുടെ നാടിനെ അനുഗ്രഹിക്കണേ അള്ളാഹ്. ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഹിദായത്തിലാകാനും മുഅ്മിനീങ്ങളാകാനും മുസ്ലിങ്ങളാകാനും തൗഫീഖ് ചെയ്യണേ അള്ളാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا أجرنا من النار. اللهم رب ارحمهما كما ربيانا صغيرا. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا.
اللهم أعنا على ذكرك وشكرك وحسن عبادتك اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين. എല്ലാ നോമ്പും നോറ്റില്ലേ? എല്ലാ തറാവീഹ് നിസ്കരിച്ചില്ലേ? ഖിയാമുൽ ലൈൽ നിസ്കരിക്കണ ആരെങ്കിലും ഉണ്ടോ അതില്? ഖിയാമുൽ ലൈൽ നിങ്ങൾ ഇഫ്താറിന് രാവിലെ കിടന്നുറങ്ങിയിട്ട് തറാവി കഴിഞ്ഞ് നിങ്ങൾ ഉറങ്ങിയിട്ട് പിന്നെ രാവിലെ അത്താഴം കഴിക്കാൻ വേണ്ടി എണീക്കൂലേ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി എണീക്കൂലേ, ആ സമയത്തിന് മുമ്പുള്ള ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിക്കുക. അതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നിസ്കാരം. അതിനാണ് ഏറ്റവും പവർ ഉള്ളത് കേട്ടോ. അള്ളാഹുവായിട്ട് ഏറ്റവും ബന്ധമുള്ള ഒരു നിസ്കാരം കൂടാണ്. അതിൽ സുജൂദിലെ ദുആ ഒക്കെ പ്രത്യേകിച്ചുള്ള ഒരു പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. പിന്നെ പ്രധാനമായിട്ട് ഇന്ന് ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, തജ്വീദ് ലെസൺസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. എൻ്റെ ലിങ്ക് നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. ഓരോ ചാപ്റ്റേഴ്സ് ആ വീഡിയോസ് കാണുക. ആ വീഡിയോസ് കണ്ടിട്ട് ആ വീഡിയോയിൽ എന്താണ് പറഞ്ഞത്, ഫസ്റ്റ് വീഡിയോ കണ്ട ആരെങ്കിലും ഉണ്ടോ? ഒരാളെങ്കിലും ഇന്നാഴ്ചയിൽ? ആരും കണ്ടില്ല? നിങ്ങളെ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള തജ്വീദ് വീഡിയോ ആരും കണ്ടില്ല? ഒരാളും കണ്ടില്ല? അയാന് കണ്ടോ? നീ കണ്ടടാ? കണ്ടോ ഇല്ലേ പറ. ഞാൻ പണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ലെറ്റർ വരുന്നില്ലേ, മദ് അക്ഷരങ്ങൾ, അലിഫ് വാവ് യ, ലെസൺ നമ്പർ 1. അതെന്താണ്? അത് എഴുതിയെടുക്കുക. ഒരു നോട്ട്ബുക്ക് തജ്വീദിന് വേണ്ടി മാത്രമാണ്, കാരണം ഇതിപ്പോഴേ നിങ്ങൾ പഠിക്കുള്ളൂ. എന്നിട്ട് ആ നോട്ട്ബുക്കിൽ തജ്വീദ് നിയമങ്ങൾ എഴുതി വെക്കുക. 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. 1, വീഡിയോ കാണുമ്പോൾ നോട്ട്സ് എഴുതുക. നമ്പർ 2, അത് വോയിസ് ആയിട്ട് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യുക. ഞാൻ ലെസൺ നമ്പർ 1 കണ്ടു, എനിക്ക് മനസ്സിലായത് ഇതാണ്. 1ാമത്തെ ലെസണിൽ എനിക്ക് മനസ്സിലായത് ഇത് മദ് അക്ഷരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലെസൺ ആണ്, ഇതിൽ അലിഫ് വാവ് യാനെ പറ്റിയാണ് പറഞ്ഞത്. ഇങ്ങനെ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വോയിസ് ആയിട്ട് ഗ്രൂപ്പിലേക്ക് അയക്കുക. 3ാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്, അത് നിങ്ങൾ പ്രസന്റ് ചെയ്യാം. പ്രസന്റേഷൻ അറിയോ? നിങ്ങൾ സ്കൂളിലൊക്കെ പ്രസന്റ് ചെയ്യാറില്ലേ പ്രസന്റേഷൻ? അത് നിങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് 2-3 രീതിയിൽ ചെയ്യാം. നോർമലി വെറുതെ വീഡിയോ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ സ്പീച്ച് ചെയ്യുക, മനസ്സിലായില്ലേ? ന്യൂസ് ഒക്കെ വായിക്കുന്ന പോലെ ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ബോർഡോ വൈറ്റ് ബോർഡോ വെച്ചിട്ട് ബാക്കിൽ വെക്കുക. എന്നിട്ട് അതിൽ എഴുതിയിട്ട് ഇത് അലിഫ്, ഇത് വാവ്, ഇത് യ, ഈ 3 ലെറ്റേഴ്സ് ആണ് തജ്വീദ് എന്ന് വീഡിയോ ചെയ്ത് അയക്കുക. എനിക്കത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനുണ്ട്, നിങ്ങളുടെ വീഡിയോ, നിങ്ങൾ ചെയ്യുന്ന തജ്വീദ് ക്ലാസ്സിന്റെ. ഓക്കെ. നമ്പർ 3, നിങ്ങൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വീട്ടിൽ വലിയ TV ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയ കമ്പ്യൂട്ടർ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഇതിന്റെ വീഡിയോ ഇടുക. എന്നിട്ട് ആ വീഡിയോ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് അതിലുള്ളത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ ചെയ്യാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പം നാട്ടിലുള്ളവർ ഷാബാങ്ക് കൊടുത്തു, അത് കുറച്ച് ഓതിയിട്ട് പള്ളിയിലേക്ക് പോവുക. ബാക്കിയുള്ളവർ ഇഫ്താറിന് നോമ്പ് തുറക്കാനുള്ളവർ നോമ്പ് തുറക്കുക. ഇന്ന് ക്ലാസ് ഇല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.